Dear students, ഞാൻ എടുക്കാൻ പോകുന്ന first topic ആണ് market. I have already given you the syllabus and this market is the first part of the first module, and we should know what is market and what are the important parts of the market and what is the need of the market. അല്ലേ, എന്താണ് മാർക്കറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ നീഡ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ നമ്മൾ പോകുന്നത്, what is the procedures that is happening in the market, and everything we know. And we should know what are the functions which are going to happen in the market. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, the term market structure refers to the type of market in which the firms operate. The main dimensions of the market structure are the following. ഒരു മാർക്കറ്റിന്റെ മെയിൻ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഒരു മാർക്കറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും, അതായത് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ആളുകൾ, നമ്പർ ഓഫ് ബയേഴ്സ്, ഗുഡ്സ് ബൈ ചെയ്യാൻ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ, ദെൻ നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ പിന്നെ വരുന്ന മൂന്നാമത്തെ കാര്യമാണ് നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ്, അതായത് പ്രോഡക്റ്റിന്റെ, നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ ഒരു സ്വഭാവം. It may be homogeneous or differentiated, and homogeneous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ളത്, or differentiated വ്യത്യാസമായിട്ടുള്ളത്, and conditions of entry. നമ്മൾ ഒരു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ we should know there are many factors that determines the entry to the market. ഈ 4 കാര്യങ്ങളാണ് what are the മാർക്കറ്റിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. And first we are analyzing what is the meaning of number of sellers. A key market characteristic is whether there are many or few sellers of the product. In a market with many sellers, each seller is free to make decisions alone without worrying about the reactions of the rival. ഒരു മാർക്കറ്റിനകത്ത് നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു മാർക്കറ്റിനകത്ത് പോകുന്നു, ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്, അവിടെ ഒരുപാട് പ്രോഡക്റ്റുകൾ സെല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകൾക്കെല്ലാം ഒരുപാട് ചോയ്സ് ഉണ്ടായിരിക്കും. ഒരുപാട്, അതെല്ലാം ഒരു മാർക്കറ്റിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാവില്ല. We are compulsorily forced to buy the product from that particular seller itself. അപ്പോൾ ആ നമ്പർ ഓഫ് സെല്ലേഴ്സിന്റെ ആ ഒരു എക്സിസ്റ്റൻസ് ഹാസ് എ വെരി ഗുഡ് റോൾ ടു പ്ലേ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ മാർക്കറ്റ്, അല്ലേ? അപ്പോൾ മാർക്കറ്റ് 2 തരത്തിലാണ്. ഹോമോജിനസ് മാർക്കറ്റ് ഉണ്ട്, ഹെട്രോജിനസ് മാർക്കറ്റ് ഉണ്ട്. ഹോമോജിനസ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഗോയിങ് ടു ബൈ എ പ്രോഡക്റ്റ് ലൈക്ക് എ ഷാംപൂ ഫ്രം ദ മാർക്കറ്റ്, പെർട്ടിക്കുലർ ബ്രാൻഡ് ഉള്ള ഷാംപൂ മാത്രമേ ഉള്ളൂ എല്ലാവരുടെ കയ്യിലെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ചോയ്സസ്, വി ഹാവ് ടു ബൈ ദാറ്റ് പെർട്ടിക്കുലർ ബ്രാൻഡ് ഫ്രം ദാറ്റ് സെല്ലർ. അതല്ല, ഒരു ഷാംപൂ പല ബ്രാൻഡുകളിലും പല പേരുകളിലും പല ക്വാണ്ടിറ്റിയിലും പല നിറങ്ങളിലും പല ഫ്ലേവേഴ്സിലെല്ലാം അവൈലബിൾ ആകുമ്പോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ അങ്ങനെ മൊത്തത്തിൽ മാറുവാണ്. സോ നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിന്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നതാണ്. ഇനി മാർക്കറ്റ് വിത്ത് മെനി സെല്ലേഴ്സ്, ഈച്ച് സെല്ലർ ഈസ് ഫ്രീ ടു മേക്ക് ഡിസിഷൻ, അല്ലേ? ഒരുപാട് സെല്ലേഴ്സ് ആകുമ്പോഴത്തേനും ഓരോ സെല്ലറും ആ മാർക്കറ്റിൽ ഡിസിഷൻ എടുക്കാനായിട്ട് വളരെയധികം ഏബിൾ ആണ്, വിത്തൗട്ട് വറിയിങ് അബൌട്ട് ദ റിയാക്ഷൻസ് ഓഫ് ദ റൈവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിര് വരുന്ന സെല്ലേഴ്സിന്റെ റിയാക്ഷൻസ് നോക്കാതെ ഡിസിഷൻ എടുക്കാൻ ദേ ഹാവ് എ ഗുഡ് quality. If the market is characterized by few sellers, the price changes by one seller will be noticed and reacted to by other seller. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആളുകളെ ഉള്ളെന്നുണ്ടെങ്കിൽ ആ reactions will have a great role to play about the product to sell. So that is the importance of the number of the sellers in the market. Hope it's clear. The next is the number of buyers. As like the number of sellers, the number of buyers also has a great role to play in the market. So, a second dimension of the market structure depends on the number of buyers. In a consumer market, the number of buyers is usually much larger than the number of sellers. അപ്പോൾ നമ്പർ ഓഫ് സെല്ലേഴ്സ്, കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഉള്ള മാർക്കറ്റ്. യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൺസ്യൂമർ. ഇൻ എ കൺസ്യൂമർ മാർക്കറ്റ് ദ നമ്പർ ഓഫ് ബയേഴ്സ് ഈസ് യൂഷ്വലി മച്ച് ലാർജർ ദാൻ ദ നമ്പർ ഓഫ് സെല്ലേഴ്സ്. കാരണം കൺസ്യൂമർ മാർക്കറ്റിനാകുമ്പോൾ വാങ്ങിക്കാൻ വരുന്ന ആളുകളാണ് കൂടുതൽ, larger than the sellers, but there are other market in which the number of buyer is smaller than the number of sellers. പക്ഷേ വേറെ മാർക്കറ്റുകളിലും ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കാം. Sometimes the market may be characterized by a single buyer confronting a single seller. നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പല മാർക്കറ്റ് സ്ട്രക്ചറിനകത്തും ഒരു ബയറും ഒരു സെല്ലറും ഉള്ള മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഹോമോജിനസ് മാർക്കറ്റ്. ഇപ്പം അതില്ല. This kind of market is called bilateral monopoly. അതൊന്നും ഇപ്പോൾ നമുക്ക് ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്പർ ഓഫ് ബയേഴ്സ്. അടുത്തത് പറയുന്നത് നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. തേർഡ് ഡയമെൻഷൻസ് ഓഫ് ദ മാർക്കറ്റ് സ്ട്രക്ചർ ഡിപെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് വെദർ ദേ ആർ ഹോമോജിനസ് ഓർ ഡിഫറൻഷിയേറ്റഡ്. പ്രോഡക്റ്റ് ഇപ്പം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ
അത് ഒരേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഷാമ്പൂവിന്റെ എക്സാമ്പിൾ പോലെ അതെല്ലാം ഒരേപോലെയാണോ അതോ ഡിഫറൻഷിയേറ്റഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രൊഡക്ട്സ് ആർ സെഡ് ടു ബി ഹോമോജിനസ് ഇഫ് ദേ ആർ ഐഡന്റിക്കൽ ഓർ ഇൻഡിസ്റ്റിങ്വിഷബിൾ. പ്രൊഡക്റ്റ് ആർ സെഡ് ടു ബി ഹോമോജിനസ്. എങ്ങനെയാണ് ഹോമോജിനസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഒരേപോലെയുള്ളത്, ഐഡന്റിക്കൽ ആണോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാതെ വേർതിരിച്ചു വെക്കാൻ പറ്റാത്ത പിന്നെയാണ് നമ്മൾ എന്ത് പറയാം? homogeneous എന്ന് പറയാം. If the product are homogeneous, the product of one seller is a perfect substitute for that of another. If the product homogeneous ആണെങ്കിൽ എന്താണ്? The product of one seller is a perfect substitute ആണ് other productന്. കാരണം എന്താ? അവിടെ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ. അവിടെ എന്താ പറയാ, നമ്മളെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സൺസിൽക്ക് എന്ന് പറയുന്ന ഒരൊറ്റ പ്രോഡക്റ്റ് അവിടെ ഉള്ളൂ. ആ പ്രോഡക്റ്റിന് എന്ത് തന്നെ ആയാലും we don't have to bother about it, അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. Products are said to be differentiated if buyers can distinguish them and attach different preferences. If you have many products in different names and all, എന്താ നമ്മൾ ചെയ്യുക? ഓട്ടോമാറ്റിക്കലി അഡ്വർടൈസ്മെന്റ് നോക്കിയിട്ടാണ് നമ്മൾ പോയി വാങ്ങിക്കുക, അല്ലേ? അപ്പൊ അവിടെ ചോയ്സസ് വരും. ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ്, ദ പ്രൊഡക്റ്റ് ഓഫ് വൺ സെല്ലർ ഈസ് നോട്ട് എ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദാറ്റ് ഓഫ് another. അതാണ് വരുന്നത്. അപ്പൊ nature of the product has a good role. Another one is the conditions of the entry. The structure of the market is also influenced by the entry conditions. In certain market, newcomers can enter an industry and at will, whereas others market may be characterized by strong barriers to entry. ചില മാർക്കറ്റുകളിൽ ന്യൂകമേഴ്സിന് അല്ലെങ്കിൽ സെല്ലേഴ്സിന് they can enter freely at any time, but sometimes in other market they have to face another load of conditions. They have to face a lot of restrictions to enter into the market. അപ്പോൾ ഇതാണ് നമ്മളുടെ മാർക്കറ്റിന്റെ 4 features എന്ന് പറയുന്നത്. Hope it's clear for you. You have to read this many times and you will get the meaning of this. Another one is what are the types of market? എന്തൊക്കെയാണ് മാർക്കറ്റിന്റെ different types എന്ന് പറയുന്നത്? First one is pure competition. It's a market structure characterized by large number of firms producing a homogeneous product. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇറ്റ് ഈസ് എ ലാർജ് നമ്പർ ഓഫ് ഫേംസ്. ഫേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളെയാണ് ഫേംസ് എന്ന് പറയാം. പ്രൊഡ്യൂസിങ് എ ഹോമോജിനസ് പ്രൊഡക്റ്റ്, ഒരേപോലെയുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയാം. പ്യുവർ മൊണോപ്പൊളി ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് ദർ ഈസ് എ സിംഗിൾ ഫേം, ഒറ്റ ഫേം ഉള്ളൂ, സെല്ലിംഗ് എ കമോഡിറ്റി, ഒരു കമോഡിറ്റി സെല് ചെയ്യുന്നു, ഫോർ വിച്ച് ദർ ആർ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതിന് പകരം വെക്കാനായിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ലാത്തതിനെയാണ് പ്യുവർ മൊണോപ്പൊളി എന്ന് പറയാം. ഇത് രണ്ടുള്ള ഡിഫറൻസ് നോക്കണം. ദെൻ ഡ്യൂഓപ്പൊളി, ഡ്യൂ, ദ മാർക്കറ്റ് ഇൻ വിച്ച് ഓൺലി 2 സെല്ലർ, ഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 2. In which there are 2 sellers exist is called duopoly. It's a special case of oligopoly since there are only 2 sellers. 2 sellers ആണ് ഉണ്ടാവുള്ളൂ, 2 വിൽക്കുന്ന ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതിനെയാണ് എന്ത് പറയാ? ഡ്യൂഓപ്പൊളി. ഇപ്പൊ ഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. Oligopoly is a market structure in which there are only a few sellers of the commodity. അവിടെയും കുറച്ച് സെല്ലേഴ്സ് ഉണ്ടാവുള്ളൂ, പക്ഷെ 2 എണ്ണം ആയിരിക്കില്ല, വളരെ കുറച്ചുണ്ടാവുള്ളൂ. Then other one is monopsony. Is a market situation in which there is only one buyer of the commodity or service in the market. ഒറ്റ ബയർ ആണ് അവിടെ ഉണ്ടാവുള്ളൂ, അതിനെയാണ് എന്ത് പറയാ? മോണോപ്സോണി എന്ന് പറയാ. അടുത്തത് ഡ്യൂഓപ്സോണി. The market in which there are only 2 buyers for the commodity or service is called duopsony. 2 buyers ആണ് അവിടെ ഉണ്ടാവുക, അവിടെ ഡ്യൂഓപ്സോണി വരും. Then oligopsony. And oligopsony is a market with only few buyers. നമ്മൾ ഇവിടെ ഒളിഗോപ്പൊളി പറഞ്ഞ പോലെ തന്നെ oligopsony few buyers വെച്ചിട്ടാണ് ഉണ്ടാവുക. Okay. Another one is monopolistic competition. It's very important competition. Monopolistic competition is a market structure characterized by a large number of firms producing a differentiated product. Monopolistic competition is a market structure characterized by a large number of firms. ഒരുപാട് firms ആണ് producing a differentiated product. Then monopolistic competition is a market situation characterized by many buyers of differentiated product. ഒരുപാട് ബയേഴ്സ് ആണ് ഉണ്ടാവുക. ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് എ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആണ്. ഇവിടെ വരുമ്പോഴത്തേനും മെനി ബയേഴ്സ്, ക്യാരക്ടറൈസ്ഡ് ബൈ മെനി ബയേഴ്സ് ഓഫ് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്. ഇത് രണ്ടും, ഈ 2 വേർഡിൽ മാത്രമേ ഇവിടെ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പൊ 9 ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ് നമുക്ക് ഉള്ളത്. സോ വി ഹാവ് ടു ഗോ ടു, നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അതെല്ലാം ഐ വിൽ ഗോ ഇൻ ലൈക്ക് നെക്സ്റ്റ് സ്ലൈഡ്സ്. We have to study about it in detail. So this much 9 type of like market structure you have to study. പിന്നെ ഫേം എന്താണെന്ന് നോക്കാം. ഫേമും മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. A firm is an entity
that purchases various productive factors and transforms them into output that are sold. Thus, the firm is an intermediary between the input market and the output market. The firm is a basic unit of production in an economic system. The important attributes. Firm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ളതാണ്. Firm is an entity എന്ന് പറഞ്ഞ സ്ഥാപനമാണ് that purchases various productive factors and ഒരുപാട് productive factors അത് purchase ചെയ്യും and എന്ത് ചെയ്യുന്നു and transform them into ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ഫൈനൽ റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുക. അത് ഈ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളെയെല്ലാം ഫേം പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു, എന്നിട്ട് അത് വിൽക്കുന്നു. Thus, the firm is an intermediary between the input market and output market. Input market എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡസ്ട്രിയിലോട്ട് ഇട്ട് കൊടുക്കുന്നതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുക. ഇൻപുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോഴാണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. ഇറ്റ് ഈസ് എൻ ഇന്റർമീഡിയറി between the input market and output market. The firm is the basic unit of production in an economic system. We know that. Then important features are each firm is regarded as a single consistent decision making unit. Most firms make their decisions with the objective of profit maximization and objective. The firms are the principal users of the service of the factors of production. You should know what are the factors of production. Land, labor, capital and organization are the important factors of production. Firm എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ users of the service. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രിൻസിപ്പൽ യൂസേഴ്സ് ആണ് എന്ത് firms എന്ന് പറയുന്നത്. So this is what firm. You should know what is a firm. What is a function of a firm, what the firm will be doing, what firm has an important firm has a great role to play in the market because it transforms the output into input. It is an intermediary between input market and output market, and we should know the three important features of the firm. The other one is industry. An industry is a group of firms that sell the same or closely related goods or service. എന്താണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫേം. ഒരുപാട് ഫേം ഈ നമ്മൾ പഠിച്ച ഒറ്റ ഫേമാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഫേം. ഗ്രൂപ്പ് ഓഫ് ഫേം ആണ് ദാറ്റ് സെൽസ് ദ സെയിം ഓർ ക്ലോസ്ലി റിലേറ്റഡ് commodity. Two criteria are commonly used for the definition of an industry. The product being produced, market criterion, and the method of production, that is technological criteria. രണ്ട് ക്രൈറ്റീരിയൻ ആണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ നോക്കുന്നത് കേട്ടോ. ഒന്ന് എന്താണ് പ്രോഡക്റ്റ് ബീങ് പ്രൊഡ്യൂസ്ഡ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തു പറയാം മാർക്കറ്റ് ക്രൈറ്റീരിയ എന്ന് പറയാം. ആൻഡ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ടല്ലോ അത് എങ്ങനെയാണ് ടെക്നോളജി വെച്ചിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക, അതിന് ടെക്നോളജിക്കൽ ക്രൈറ്റീരിയ എന്നും പറയും കേട്ടോ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ. ദെൻ മാർക്കറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? An industry is composed of those firms whose products are sufficiently similar so that they are considered as close substitute. The degree of similarity is measured by cross elasticity of demand. We are studied about elasticity of demand. What is elasticity of demand? It is the responsiveness of change in demand to change in supply അല്ലേ. അപ്പോൾ ആ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നതിന് a greater role to play in market criteria. Then technological criteria. According to this criteria, an industry is composed of those firms which use similar production process. Similar production process ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ടെക്നോളജിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, ടെക്നോളജിക്കൽ ഫോർമുലാസ് we will be using for that, and as per the technological formulas we are just converting the products which we are used as input into output. Then what are the inputs? If we are produced that kind of output successfully with the intervention of the like many firms or with the intervention of the industry, that will be converted as a good product in the market. അങ്ങനെയാണ് നല്ലൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വരുന്ന എന്നാണ് പറയുന്നത്. So what we have studied in this class is what is market structure in these four conditions. You have to study what are the four conditions. Then what are the types of market? That's very important. That also 9 types of markets we have studied. And what is the difference between firm and industry? And in industry we have market criteria and technological criteria, and the difference between these two also we have studied in this class. So I'm just completing this now, and you have to write notes regarding all these things by today itself, and you have to post it in the group. That's very important, and you have to write as first chapter, and the syllabus also you have to write in the notebook, or you have to you should write in the notebook itself. Everyone should write the syllabus of this microeconomics 2 in your notebook, and you have to start the writings of the like notes as per the
syllabus. Okay, thank you.